നമസ്കാരം. സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അല്ലേ, ഇന്ത്യൻ ജോഗ്രഫി. അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം. കേരള ജോഗ്രഫി അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അന്ന് പഠിച്ചിരുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫിയിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. 2023 ഓക്കെ. ഇപ്പോൾ ഇന്ത്യയിലെ പുതിയ റാംസർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ്? 80 75 പുതിയതായി 5 കൂടെ ഉൾപ്പെടുത്തിയപ്പോൾ നമ്മുടെ റാംസർ സൈറ്റുകളുടെ എണ്ണം പുതുതായിട്ട് 80. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും അറിയാം എത്ര റാംസർ സൈറ്റുകളുണ്ട്, പുതുതായിട്ട് ഉൾപ്പെടുത്തിയത് ഏതാണ്, അവ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ്. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തമിഴ്നാട്ടിൽ 2 ഉൾപ്പെടുത്തിയത്. അത് ഏതൊക്കെയാണ്? കരൈവെട്ടി പക്ഷി സങ്കേതം. എന്താണ് കരൈവെട്ടി പക്ഷി സങ്കേതം? തമിഴ്നാട്. ലോങ്വുഡ് ഷോലെ റിസർവ് വനം തമിഴ്നാട്. ഏതൊക്കെയാണ്? കരൈവെട്ടി പക്ഷി സങ്കേതം തമിഴ്നാട്, ലോങ്വുഡ് ഷോലെ റിസർവ് വനം തമിഴ്നാട്. ഓക്കെ, അപ്പോൾ അടുത്തത് മഗഡി കേര റിസർവ് കർണാടകയിലാണ്. ബാക്കി 3 2 തമിഴ്നാട്ടിലാണ് പുതുതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള റാംസർ സൈറ്റ്. ബാക്കി 3 എവിടെയാണ്? കർണാടകയിലാണ്. ഒന്ന് മഗഡി കേര റിസർവ്. ഓക്കെ, മഗഡി കേര റിസർവ് കർണാടക. അതുപോലെ അഘനാശിനി അഴിമുഖം. ഓക്കെ, ഒരു അഴിമുഖമാണ്, കടലിനടുത്തുള്ള അഴിമുഖമാണ് അഘനാശിനി അഴിമുഖം കർണാടക. അടുത്തത് അംഗസമുദ്ര ബേർഡ് കൺസർവേഷൻ. ഓക്കെ, അംഗസമുദ്ര ബേർഡ് കൺസർവേഷനാണ് കർണാടക. ഓക്കെ, അപ്പോൾ 2 തമിഴ്നാട്ടിലുള്ള സ്ഥലങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് റിസർവ് അല്ലെങ്കിൽ ഒരു റാംസർ സൈറ്റായിട്ട്. 2 തമിഴ്നാട്ടിൽ നിന്നും 3 കർണാടകയിൽ നിന്നുമാണ്. അപ്പോൾ കർണാടക തമിഴ്നാട് എന്നുള്ള 2 പേര് ഓർത്ത് വെച്ചിരുന്ന ഏത് സ്റ്റേറ്റിലെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഈ പേരുകൾ ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടണം. തമിഴ്നാട്ടിലുള്ള 2 റാംസർ സൈറ്റ് ഏതൊക്കെയാണ്? കരൈവെട്ടി പക്ഷി സങ്കേതവും ലോങ്വുഡ് ഷോലെ റിസർവ് വനവും. അടുത്തത് മഗഡി കേര റിസർവ് കർണാടക, അഘനാശിനി അഴിമുഖം കർണാടക. വീണ്ടും അംഗസമുദ്ര ബേർഡ് കൺസർവേഷനും എവിടെ തന്നെയാണ്? കർണാടകയിൽ തന്നെ ആണ്. അടുത്തത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഹിമപ്പുലികളുള്ളത് എവിടെയാണ്? ലഡാക്ക്. ഓക്കെ, ഹിമപ്പുലി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹിമാചൽ പ്രദേശ് എന്നൊക്കെ എഴുതാൻ നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെ എഴുതരുത്. നമ്മുടെ ചൈനയുടെ അടുത്ത് കിടക്കുന്ന, ചൈന അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണല്ലേ ലഡാക്ക്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹിമപ്പുലികളുള്ളത് എവിടെയാണ്? ലഡാക്കാണ്. ഇനി പുതുതായിട്ടൊരു തുറമുഖം വരികയാണ്. നമുക്ക് കേരളത്തിന് വിഴിഞ്ഞം വന്നതുപോലെ വാധ്വാൻ തുറമുഖം. എവിടെയാണ് വാധ്വാൻ തുറമുഖം? നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിലാണ്. ഓക്കെ, അപ്പോൾ വാധ്വാൻ തുറമുഖം, ഒരു പുതിയ തുറമുഖങ്ങൾ വന്നാൽ ഉറപ്പായാലും PSC ചോദിക്കും അല്ലേ. അപ്പോൾ വാധ്വാൻ തുറമുഖം എവിടെയാണ് നിലവിൽ വരുന്നത്? മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ബസ്സുകളുള്ളത് എവിടെയാണ്? ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ബസ് എവിടെയാണ്? നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് തന്നെയാണ്, ന്യൂഡൽഹി. അടുത്തത് ഫാഗ്ലി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് എവിടെയാണ്? ഫാഗ്ലി ഹിമാചൽ പ്രദേശിലാണ്. പുതുതായിട്ട് എന്തെങ്കിലും ഫെസ്റ്റിവൽസ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കറണ്ട് അഫയേഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ന്യൂസ് വരികയാണെങ്കിൽ, ഓക്കെ, അതിൻ്റെ ന്യൂസ് വരികയാണെങ്കിൽ ഉറപ്പായാലും അത് PSC ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഫാഗ്ലി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് എവിടെ വെച്ചാണ്? ഹിമാചൽ പ്രദേശാണ്. സ്റ്റേറ്റ് ഏതാണ്? ഹിമാചൽ പ്രദേശ്. അതുപോലെ 2023 സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരം, ഇതും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. എവിടെയാണ്? ഇൻഡോർ ആണ്. ഇൻഡോർ ഏത് സംസ്ഥാനമാണ്? വീണ്ടും മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിൽ വാധ്വാൻ തുറമുഖവും വരുന്നുണ്ട്. അതുപോലെ ഏറ്റവും മികച്ച സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരം, അതായത് വൃത്തിക്കുള്ള അല്ലേ, 2023 സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരം നേടിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അതുപോലെ പുരസ്കാരം നേടിയ നഗരം ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡോർ ആണ്. ഓക്കെ, നമ്മുടെ ആലപ്പുഴയാണ് 3 ലക്ഷത്തിൽ താഴെ ഏറ്റവും കൂടുതൽ വൃത്തിയുള്ള നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ഹിമപ്പുലികളുള്ളത് എവിടെയാണ്? ലഡാക്കാണ്. വാധ്വാൻ തുറമുഖം എവിടെയാണ് നിലവിൽ വരുന്നത്? നമ്മുടെ മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്ര എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് മുംബൈ തുറമുഖമൊക്കെയാണ് അല്ലേ ഓർമ്മ വരുന്നത്. അതുപോലെ ഇപ്പോൾ വാധ്വാൻ തുറമുഖവും കൂടെ ഓർത്ത് വയ്ക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ബസ്സുകൾ ഇൻ ടേംസ് ഓഫ് നമ്പറാണ്, നമ്പറിനനുസരിച്ച് ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ബസ്സുകളുള്ളത് എവിടെയാണ്? ഡൽഹിയിലാണ്. അതുപോലെ ഫാഗ്ലി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഫാഗ്ലി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. 2023 സ്വച്ഛ സർവേക്ഷൺ പുരസ്കാരം
സ്വച്ഛ സർവേക്ഷൺ പുരസ്കാരം 2023 അർഹമായ നഗരം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇൻഡോർ ആണ്. ഏതാണ് സംസ്ഥാനം? അത് മഹാരാഷ്ട്ര. ഏതാണ് സംസ്ഥാനം? മഹാരാഷ്ട്ര. അടുത്തത് രാജ്യത്തെ ആദ്യത്തെ വേദിക് തീം പാർക്ക്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ആദ്യത്തെ വേദിക് തീം പാർക്ക് വരുന്നത് എവിടെയാണ്? നോയിഡ, ഉത്തർപ്രദേശ്. രാജ്യത്തെ ആദ്യത്തെ വേദിക് തീം പാർക്ക് വരുന്നത് എവിടെയാണ്? നോയിഡ, ഉത്തർപ്രദേശിലാണ്. ഇനി സ്വച്ഛ വായു, നമ്മളെ ജലത്തിൻ്റെ കൺവെൻഷൻ അല്ലെങ്കിൽ ആ ഉച്ചകടിയെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു അല്ലേ മുമ്പത്തെ ക്ലാസ്സിൽ ഇല്ലേ? സ്വച്ഛ വായു സർവേക്ഷൺ അവാർഡ് ഒന്നാമത് ലഭിച്ചത് സ്വച്ഛ വായു എന്താണ്? ഏറ്റവും നല്ല വായുവിനുള്ളതാണ്. സ്വച്ഛ സർവേക്ഷൺ വായു അവാർഡ് 2023 ഒന്നാമത് ലഭിച്ചത്. വീണ്ടും മാറ്റി പഠിക്കേണ്ട ആവശ്യമില്ല. സ്വച്ഛ സർവേക്ഷൺ പുരസ്കാരം വൃത്തിക്ക് ലഭിച്ച അതേ ആൾക്ക് തന്നെയാണ് എന്തും കിട്ടിയത്? സ്വച്ഛ വായു സർവേക്ഷൺ അവാർഡ് 2023 ലഭിച്ചതും ഇൻഡോർ തന്നെയാണ്. ഇനി 3 ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള നഗരങ്ങളിൽ ഒന്നാമതെത്തിയതോ? അത് പർവങ്കയാണ്. പർവ്വതത്തിലൊക്കെ നല്ല കാറ്റായിരിക്കും, ജനസംഖ്യയും കുറവായിരിക്കും, ഓർത്താൽ മതി. ഓക്കെ, അപ്പം സ്വച്ഛ വായു സർവേക്ഷൺ അവാർഡ് 2023 ഒന്നാമതെത്തിയ നഗരം ചോദിച്ചാൽ അത് ഇൻഡോർ തന്നെയാണ്. 3 ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള നഗരങ്ങളിൽ ഒന്നാമതെത്തിയത് പർവങ്ക. ആദ്യത്തെ തീരക്കടൽ കാറ്റാടിപ്പാടം നിലവിൽ വന്നത് കന്യാകുമാരി. നമുക്കറിയാം കാറ്റാടിപ്പാടങ്ങളൊക്കെ ഒത്തിരി ഉണ്ടെങ്കിലും തീരക്കടലിൻ്റെ അടുത്തുള്ള കണ്ടോ ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ? അപ്പോൾ ആ വെള്ളത്തിൻ്റെ അവിടെ നമുക്കറിയാം തീരപ്രദേശത്ത് നല്ല രീതിയിൽ കാറ്റ് വരികയും ചെയ്യും. അപ്പോൾ അതിൻ്റെ സാധ്യതകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആദ്യത്തെ തീരക്കടൽ കാറ്റാടിപ്പാടം നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കന്യാകുമാരിയിലാണ്. നമുക്കറിയാം കന്യാകുമാരിയുടെ പ്രത്യേകത എന്താണ്? 3 സമുദ്രങ്ങൾ ഒത്തുചേരുന്ന വളരെ മനോഹരമായൊരു സ്ഥലമാണ് അല്ലേ? അപ്പോൾ ജാസുഗുഡ താപവൈദ്യ നിലയം എവിടെയാണുള്ളത്? ജാസുഗുഡ. ഈ അടുത്തും ചോദിച്ചിട്ടുണ്ട്. ജാസുഗുഡ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷയിലാണ്. അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ വേദിക് തീം പാർക്ക് എവിടെയാണ്? നോയിഡ, ഉത്തർപ്രദേശിലാണ്. ഇനി സ്വച്ഛ വായു സർവേക്ഷൺ അവാർഡ് 2023 ലഭിച്ചത് ആരാണ്? സ്വച്ഛ സർവേക്ഷൺ പുരസ്കാരം ലഭിച്ച അതേ ഇൻഡോറിന് തന്നെയാണ്. എന്നാൽ 3 ലക്ഷത്തിന് താഴെ ജനസംഖ്യയുള്ള നഗരങ്ങളിൽ ഒന്നാമതെത്തിയത് പർവങ്ക. ആദ്യത്തെ തീരക്കടൽ കാറ്റാടിപ്പാടം എവിടെയാണ് നിലവിൽ വന്നത്? കന്യാകുമാരി. ജാസുഗുഡ താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് ഒഡീഷ. ഇനി BR അംബേദ്കറുടെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ അനാവരണം ചെയ്തത് എവിടെയാണ്? വിജയവാഡ, ആന്ധ്രാപ്രദേശ്. ഓക്കെ, BR അംബേദ്കറുടെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമകളെ പറ്റിയും ചോദിക്കാറുണ്ട് അല്ലേ? BR അംബേദ്കറുടെ പലതരത്തിലുള്ള പ്രതിമകളുണ്ട്. പക്ഷേ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ എവിടെയാണ് അനാവരണം ചെയ്തത്? ആന്ധ്രാപ്രദേശിലെ വിജയവാഡ. 2024 ജനുവരിയിൽ GI ടാഗ് ലഭിച്ച ചട്നി അല്ലെങ്കിൽ ഇത് ചട്നി അല്ലെങ്കിൽ ഗ്രീൻ ചട്നി എന്നൊക്കെ പറയും കേട്ടോ. ഗ്രീൻ ചട്നി എന്താണ്? ചട്നി, ഗ്രീൻ ചട്നി എന്നൊക്കെ അറിയപ്പെടുന്ന ആ ഒരു ചട്നിക്ക് GI ടാഗ് ലഭിച്ചു. അതായത് മികച്ച, ഇപ്പം നമുക്കറിയാം മറയൂർ ശർക്കര കേരളത്തിലുള്ള GI ടാഗ് ലഭിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെ GI ടാഗ് ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഉൽപ്പന്നത്തിൻ്റെ വളരെയധികം ആ ഒരു പ്രത്യേകത കൊണ്ടാണ്. ഓക്കെ, അതിൻ്റെ ആ ഒരു ക്വാളിറ്റി കൊണ്ടാണ്. അപ്പം 2024 ജനുവരിയിലാണ് അതുകൊണ്ട് GI ടാഗ് ലഭിച്ച ഈ ഒരു സംഭവം ഓർത്ത് വയ്ക്കുക. ഒഡീഷയിലെ ചട്നി, ഗ്രീൻ ചട്നിക്കാണ് ഈ ഒരു പുരസ്കാരം അല്ലെങ്കിൽ ഒരു അംഗീകാരം ലഭിച്ചത്. ഗുജറാത്തിൻ്റെ സംസ്ഥാന മത്സ്യം നമ്മൾ പത്രക്കട്ടിങ്ങൾ വെച്ച് പഠിച്ചപ്പോൾ ഈ ഒരു സംഭവം പറഞ്ഞു അല്ലേ? ഗോൽ, പടത്തിക്കോര. അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഗുജറാത്തിൻ്റെ സംസ്ഥാന മത്സ്യമായിട്ട് പ്രഖ്യാപിച്ചത് ഏതാണ്? ഗോൽ അഥവാ പടത്തിക്കോര. നമ്മുടെ കേരളത്തിൽ പറയുന്നൊരു പേരാണ് പടത്തിക്കോര. നമ്മുടെ പത്രക്കട്ടിങ്ങൾ വെച്ച് പഠിപ്പിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിരുന്നു വളരെ ഔഷധ ഗുണമുള്ളൊരു മത്സ്യമാണ്, അതുകൊണ്ട് തന്നെ വളരെയധികം വിലയുള്ളൊരു മത്സ്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഗുജറാത്തിൻ്റെ സംസ്ഥാന മത്സ്യമായിട്ട് പ്രഖ്യാപിച്ചതാണ് ഗോൽ അഥവാ പടത്തിക്കോര. പഞ്ചാബിലെ ഏത് നദിയിലാണ് ടൻഡാലം അല്ലെങ്കിൽ ടാൻഡാലം എന്ന മൂലകം കണ്ടെത്തിയത്? സത്ലജ് നദിയാണ്. ഓക്കെ, അപ്പോൾ പഞ്ചാബിലെ ഏത് നദിയിലാണ് ടാൻഡാലം എന്ന മൂലകം കണ്ടെത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സത്ലജ് ആണ്. എന്താണ്? ഏത് നദിയിലാണ് ടാൻഡാലം അല്ലെങ്കിൽ നദിയുടെ കരയിലാണ് ടാൻഡാലം എന്ന മൂലകം കണ്ടെത്തിയത്? സത്ലജ്. ഇനി ബണ്ണി ഫെസ്റ്റിവൽ
നമ്മൾ ഫാഗ്ലി ഫെസ്റ്റിവൽ ഹിമാചൽ പ്രദേശാന്ന് പറഞ്ഞു അല്ലേ. ബണ്ണി, ഓക്കെ, ആന്ധ്രയിൽ നിന്ന് വരുന്ന ചില മൂവീസിലൊക്കെ ബണ്ണി ബണ്ണി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട് അല്ലേ, അല്ലു അർജുൻ്റെ ഒക്കെ. അപ്പോൾ അതൊക്കെ ഓർത്ത് വെച്ചിട്ട് വന്നാൽ ബണ്ണി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ബണ്ണി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് ആന്ധ്രാപ്രദേശ്. അപ്പോൾ BR അംബേദ്കറുടെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ അനാവരണം ചെയ്തത് വിജയവാഡ, ആന്ധ്രാപ്രദേശാണ്. 2024 ജനുവരിയിൽ GI ടാഗ് ലഭിച്ച ചട്നി ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒഡീഷയാണ്. ഗുജറാത്തിൻ്റെ സംസ്ഥാന മത്സ്യമായിട്ട് പ്രഖ്യാപിച്ചത് ഗോൽ അഥവാ പടത്തിക്കോര. പഞ്ചാബിലെ ഏത് നദിയിലാണ് ടാൻഡാലം എന്ന മൂലകം കണ്ടെത്തിയത്? സത്ലജാണ്. ഇനി ബണ്ണി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് എവിടെയാണ്? അത് ആന്ധ്രാപ്രദേശ്. അടുത്തത്, ഇന്ത്യയിലെ നിലവിൽ എത്ര കടുവാ സങ്കേതങ്ങളുണ്ട്? 54. ഓക്കെ, നമ്മൾ റാംസർ സൈറ്റ് പഠിച്ച പോലെ കടുവാ സങ്കേതങ്ങളും ഇപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പഠിച്ചു വെക്കണം. പണ്ട് 50 ആയിരുന്നു, 51 ഇപ്പോൾ 54. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ നിലവിലെ കടുവാ സങ്കേതങ്ങൾ എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 54. ഇനി രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ബോട്ട് നിർമ്മിച്ചത് എവിടെയാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡ്. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ബോട്ട് നിർമ്മിച്ചത് എവിടെയാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് എവിടെയാണ്? നാഗാലാൻഡ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് നാഗാലാൻഡാണ്. രാജസ്ഥാനിലെ പുതിയ ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാൽപുര, സുജൻഗർഹ്, കുജമൻ. ഓക്കെ, രാജസ്ഥാനിൽ മൊത്തം, അതായത് 2 ജില്ലകളും കൂടെ പ്രഖ്യാപിച്ച് മൊത്തത്തിൽ 53 ജില്ലകളായിട്ട് മാറിയിട്ടുണ്ട്. ആ ജില്ലകളുടെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ പുതുതായിട്ട് വരുന്ന ജില്ലകളോ സ്ഥലങ്ങളെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള, അതായത് ഏരിയ മാറിയിട്ടുണ്ടെങ്കിലോ ഒരു സംസ്ഥാനത്ത് നിന്ന് മാറ്റി മറ്റു സംസ്ഥാനത്തോട്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരം ചോദിക്കാറുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചോളാം, രാജസ്ഥാനിലെ പുതിയ ജില്ലകളായിട്ട് 2 ജില്ലകളും കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതാണ് മാൽപുര, സുജൻഗർഹ്, കുജമൻ. ഓക്കെ, പ്രത്യേക പേരാണ് അല്ലേ, മാൽപുര, സുജൻഗർഹ്. ഇത്രയെങ്കിലും ഓർത്ത് വയ്ക്കാം, മാൽപുര, സുജൻഗർഹ്, കുജമൻ. അങ്ങനെ ടോട്ടലി ഇപ്പോൾ രാജസ്ഥാനിലെ എത്ര ജില്ലകളുണ്ട്? 53. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് കണ്ടെയ്നർ തുറമുഖം. ഇത് നമ്മൾ പത്രക്കട്ടിങ്ങളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. നമ്മുടെ വിഴിഞ്ഞം അല്ലേ, ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് കണ്ടെയ്നറുകൾ, അതായത് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വലിയ കണ്ടെയ്നേഴ്സ് ഡയറക്റ്റ് ഇറക്കാൻ പറ്റുന്ന തുറമുഖമായിട്ട് മാറി. അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർന്ന ഒരു തുറമുഖം കൂടിയാണ് ഇത് വിഴിഞ്ഞം. അപ്പോൾ ഇന്ത്യയിലെ നിലവിലെ കടുവാ സങ്കേതങ്ങൾ 54. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ബോട്ട് നിർമ്മിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് സംസ്ഥാനം രൂപം കണ്ടതിന് ശേഷം മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് നാഗാലാൻഡ്. നമ്മുടെ രാജസ്ഥാൻ സംസ്ഥാനത്തിലെ പുതിയ ജില്ലകൾ ഏതൊക്കെയാണ്? മാൽപുര, സുജൻഗർഹ്, കുച്ചമൻ. അങ്ങനെ ഈ 2 ഡിസ്ട്രിക്റ്റും കൂടി ചേർന്ന് 53 ഡിസ്ട്രിക്റ്റുകളായിട്ട് മാറി. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് കണ്ടെയ്നർ തുറമുഖം, മറക്കരുത്, വിഴിഞ്ഞം. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ സിറ്റി ഏതാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. സാഞ്ചി, മധ്യപ്രദേശ്. എവിടെയാണ് ഇന്ത്യയുടെ ആദ്യത്തെ സോളാർ സിറ്റി? ഏതാണ്? സാഞ്ചി, മധ്യപ്രദേശ്. ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യത്തെ പൈതൃക കേന്ദ്രം, അതായത് വ്യോമസേനയുടെ ആ ഒരു നേട്ടങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മ്യൂസിയം പോലെ നിലവിൽ വരുന്നുണ്ട്. ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യത്തെ പൈതൃക കേന്ദ്രം നിലവിൽ വരുന്നത് നമ്മുടെ പഞ്ചാബിൻ്റെ അതിർത്തിയിലാണ്, ചണ്ഡീഗഡിലാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യത്തെ പൈതൃക കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ചണ്ഡീഗഡാണ്. ഇനി വെച്ചൂർ പശുവിൻ്റെ ശീതീകരിച്ച ഭ്രൂണം ഉപയോഗിച്ച് പിറന്ന ടെസ്റ്റ് ട്യൂബ് പശുവാണ് അഭിമന്യു. ഓക്കെ, അഭിമന്യു ഏതാണ്ട് വെച്ചൂർ പശുവിൻ്റെ ശീതീകരിച്ച ഭ്രൂണം ഉപയോഗിച്ച് പിറന്ന ടെസ്റ്റ് ട്യൂബ് ശിശുവാണ് ആര്? അഭിമന്യു. അടുത്തത്, ലതാ മങ്കേഷ്കർ ചൗക്ക്. ലതാ മങ്കേഷ്കർ ഈ അടുത്ത് അന്തരിച്ച പ്രശസ്തയായ പാട്ടുകാരിയാണ് അല്ലേ. അവരുടെ പേരിൽ ഒരു അയോധ്യയിലെ നഗരത്തിന് പേര് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു തെരുവിന് പേര് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ലതാ മങ്കേഷ്കർ ചൗക്ക് നിലവിൽ വന്നത് എവിടെയാണ്? നമ്മുടെ അയോധ്യയിലാണ്, ഉത്തർപ്രദേശിൽ തന്നെ അയോധ്യയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജംഗിൾ സഫാരി പാർക്ക് അതും എവിടെയാണ്? ഹരിയാനയിലാണ്. ഓക്കെ, ഏറ്റവും വലിയ ജംഗിൾ സഫാരി പാർക്ക്. ജംഗിൾ സഫാരി പാർക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ, കാട്ടിൻ്റെ ഉള്ളിൽ തന്നെ പോയിട്ട് മൃഗങ്ങളെ നേരിട്ട് അവരുടെ ഇൻഹാബിറ്റൻസിൽ തന്നെ പോയിട്ട് കാണുന്ന ആ ഒരു പദ്ധതിയാണ് എന്താ? ജംഗിൾ സഫാരി എന്ന് പറയാം. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജംഗിൾ സഫാരി പാർക്ക് എവിടെയാണ്? ഹരിയാനയിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ സിറ്റി ഏതാണ്? സാഞ്ചി, മധ്യപ്രദേശ്. ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യത്തെ പൈതൃക കേന്ദ്രം നിലവിൽ വരുന്നത് ചണ്ഡീഗഡാണ്. വെച്ചൂർ പശുവിൻ്റെ ശീതീകരിച്ച ഭ്രൂണം ഉപയോഗിച്ച് വരുന്ന ടെസ്റ്റ് ട്യൂബ് ശിശു ഏത്?
അഭിമന്യു. അതുപോലെ ലതാ മങ്കേഷ്കർ ചൗക്ക് നിലവിൽ വരുന്നത് അയോധ്യയിലാണ്, ഉത്തർപ്രദേശ്. ലോകത്തിലെ ഏറ്റവും വലിയ ജംഗിൾ സഫാരി പാർക്കായിട്ട് നിലവിൽ വന്നത് ഹരിയാന. അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ള ഒരു പാർട്ടായിരുന്നു. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ക്രോഡീകരിച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.